അപ്പോൾ ഇതാണ് അടുത്ത് വന്ന മുതലിട്ടാ. ഈ ഒരു മുതൽ നമുക്ക് പട്ടാമ്പി ഭാഗത്തു നിന്നൊരു മുതലാണ്. അപ്പോൾ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുതൽ നമുക്ക് കണ്ണൂർ ഭാഗത്തു നിന്നൊരു വണ്ടിയാണ്, സ്വിഫ്റ്റ് ടൈപ്പ് 2. അപ്പോൾ വണ്ടി ഉണ്ടല്ലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വണ്ടി ഉണ്ടല്ലോ, വണ്ടിൻ്റെ വർക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് മേജർ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു 80% വൃത്തിയുള്ള വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ടച്ചിങ്സ് ഉണ്ട്, കുറച്ച് പോർഷൻസിൽ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ വണ്ടിക്കും ഉണ്ടാകുന്ന കേട്ടോ. ഒരു വണ്ടിക്ക് മാത്രമല്ല, ഒരു വണ്ടികൾക്കൊക്കെ അങ്ങനെ സ്ക്രാച്ച് വരും. അപ്പോൾ 2 ബമ്പറിൻ്റെ കോർണറിൽ സ്ക്രാച്ചസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിൽ വലിയൊരു മാറ്റം നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഹെഡ് ലാമ്പ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഹെഡ് ലാമ്പാണ്. നമ്മളിതൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് കണ്ടോ, ചെറിയ ക്രാക്കുണ്ട്, അതേപോലെ തന്നെ ചളിയിലൊന്നും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോഗ് ലാമ്പ് അതും ഒന്ന് മാറ്റണം. പിന്നീട് ഈ പോർഷൻസ് ചിലപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക്, ഇതിപ്പോൾ മാറ്റ് ബ്ലാക്ക് ആണ്, നമ്മൾ ലോഗോ അടക്കം നമ്മളെ ഫേവറേറ്റ് ആയ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മളതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ വണ്ടി ഫാൻസി ഡിജിറ്റ് പോലെ നമ്പർ ബോർഡാണുള്ളത്. അപ്പോൾ നമ്പർ പ്ലേറ്റ്സും ചിലപ്പോൾ നമ്മളൊന്ന് മാറും. ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ വരുത്താനുള്ളത്. പിന്നെ മെയിൻ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും വണ്ടി മൊത്തത്തിലൊന്ന് കട്ട് പോളിഷ് ചെയ്യും. പിന്നീട് നമ്മൾ സൈഡ് പോർഷൻ ആട്ടോ. സൈഡ് പോർഷനിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു അലോയ്സ്, നമുക്ക് ആ സ്റ്റോക്ക് അലോയ്സ് വണ്ടിയിലുണ്ട്. സിൽവർ കളറാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് ചിലപ്പോൾ നമ്മൾ സിൽവറിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് കളർ അപ്ഡേറ്റ് ചെയ്യും. പിന്നീട് കണ്ടോ, നമ്മളൊരു ബീഡിങ്ങിലൊക്കെ ക്രോം പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടോ മൊത്തം നീറ്റാക്കാനാട്ടോ, നമുക്കുള്ള വർക്ക് നീറ്റാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 3M സ്റ്റിക്കർ കണ്ടോ, അതെല്ലാ പോർഷനിലും. അതേപോലെ നമ്മളെ ഒരു കണ്ടോ, നമ്മളെ ഒരു വെതർ ഷിപ്പിൻ്റെ അകത്ത് കണ്ടോ, അതൊക്കെ ക്രോം. പക്ഷേ ഇത് കളയാൻ ഇച്ചിരി ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കളയണം. അതേപോലെ തന്നെ നമ്മുടെ സൈഡ് മിററിലും അതേപോലെ തന്നെ ആ ഒരു ക്രോം കൊടുത്തിൻ്റെ ആ പാടും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ മിററിന് ചെറിയൊരു ഷെയ്ക്കിംഗ് ഉണ്ട്, കാരണം അതിൻ്റെ മോട്ടർ ഫംഗ്ഷൻ ആകുന്നില്ല. അതും ജസ്റ്റ് നമുക്കൊന്ന് റിപ്പയർ ചെയ്യണം. അപ്പോൾ സൈഡ് പോർഷനിൽ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ചിലപ്പോൾ നമ്മളത് ഉറപ്പില്ല, പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് സീറ്റ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ സീറ്റ് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ മൊത്തം ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യണം, കാരണം കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടലി നമുക്കൊന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇൻറ്റീരിയർ പോർഷനിൽ ഇത്രയും വർക്ക് മാത്രമേ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ബാക്ക് പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ടൈൽ ലാമ്പ് രണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടോ, നമ്മൾ ആ ഒരു ടൈൽ ലാമ്പ് ക്രാക്ക് അടിച്ചിട്ട് ജസ്റ്റ് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ബമ്പറിൽ മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, കാരണം കുറച്ച് മുന്നത് വൃത്തിയാക്കിയതാണ്, ടച്ചും കാര്യങ്ങളും. പിന്നീട് സ്പോയിലറുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ സ്പോയിലർ അയച്ചു മാറ്റിയപ്പോൾ ഒരു അടയാളവും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ 2 അറ്റത്ത് 2 ഹോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പോയിലർ ആഡ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾ അടിച്ചിട്ട് ആ ഒരു പോർഷനിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടുത്തെ ലോഗോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, വണ്ടിയിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഞാനത് പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ബേഡ്ജും നമ്മൾ ചിലപ്പം ബ്ലാക്ക് ആക്കും, അല്ലെങ്കിൽ അത് നമ്മൾ ഊരിയിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ബാക്ക് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെയിൻസാണ് നമ്മൾ വണ്ടിയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുള്ളത്. മെയിൻലി നോക്കുമ്പോൾ നമുക്ക് ടച്ച് പോളിഷാണ്, പിന്നീട് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, പിന്നെ ഇൻറ്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. അങ്ങനെതാ നമ്മളൊരു വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. വണ്ടി ഉണ്ടോ, പക്ഷെ നല്ല ലുക്കായില്ല ഇപ്പോൾ. അപ്പോൾ വർക്കിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ടച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ പോളിഷ് ഉണ്ട്, അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഫ്ലാഷർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് പോർഷനിൽ ഗ്ലോസി ബ്ലാക്ക്, അങ്ങനെ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വണ്ടി മൊത്തത്തിൽ കംപ്ലീറ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം അതിൻ്റെ ഒരു ഷൈനിങ്ങും കാര്യങ്ങളും കണ്ടില്ല. ആൻഡ് സെക്കൻഡ് നോക്കുമ്പോൾ നമ്മളൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെഡ് ലാമ്പ് തന്നെയാണ്. ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ടൈപ്പ് 2 സ്വിഫ്റ്റിൽ ഈ ഒരു ടൈപ്പ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഫോഗിൻ്റെ ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട്
3 കളറാണ്. അതിൻ്റെ ഷോർട്സ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗ്രില്ല് കണ്ടോ, നമ്മളൊരു ഹണി ക്രോം ഗ്രില്ല് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ ലോവർ ഗ്രില്ലും നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തു. അതേപോലെ തന്നെ ഒരു ബാർ ഫ്ലാഷർ, ഇതിൽ ഒരുപാട് മോഡ്സ് ഉണ്ട്, വൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്പർ പ്ലേറ്റ്സ് ഉണ്ടോ, നമ്മൾ ആ ഒരു ലെറ്റർ സ്റ്റൈൽ നമ്പർ പ്ലേറ്റ്സ് കസ്റ്റം ഡിസൈനാണ്, അതും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് ബമ്പർ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് സൈഡ് പോർഷനാണ് കേട്ടോ. സൈഡ് പോർഷൻ നമ്മൾ അലോയ്സ് ആണ്, നമ്മൾ സ്റ്റോക്ക് അലോയ്സ് ഉണ്ടായിരുന്നു, അത് നമ്മളൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മളൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിറർ കവർ നമ്മളതൊരു ബ്ലാക്കിലേക്ക് ചെയ്തു. അതുപോലെ മിറർ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഒരു ബീഡിങ്സ് ഉണ്ടോ, ഡോർ ബീഡിങ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളും നമ്മൾ സൈഡിൽ വരുത്തിയില്ല. ഡോർ വോയ്സർ ഉണ്ടായിരുന്നു, നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ കുറച്ചൊരു ഗമ്മും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ബാക്ക് പോർഷനിലാണ് കേട്ടോ. ബാക്ക് പോർഷനിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈലാമ്പ് തന്നെ കണ്ടോ, ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടൈലാമ്പ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇത് 3 ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഫുൾ സ്മോക്കാണ്. ഇതിൻ്റെ ഫുൾ സ്മോക്ക്, അതേപോലെ തന്നെ ഒരു സ്മോക്ക് റെഡ്, അതേപോലെ ഫുൾ റെഡ്, ഇങ്ങനെ 3 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഹെഡ് ലാമ്പ് ഒറ്റ ടൈപ്പ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളും നമ്മൾ ബാക്ക് പോർഷനിൽ ചെയ്തിട്ടില്ല. ഡിക്കി നമ്മൾ മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്തു. അതേപോലെ ബമ്പറിൽ കുറച്ച് ടച്ചിങ്സ് ഉണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ്സ് കുറച്ച് ലോങ്ങും അതേപോലെ തന്നെ കുറച്ച് സൈസും നമ്പർ പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഹോൾ ഉണ്ട്, നമ്മൾ പഴയ സ്പോയിലറിൻ്റെ, അപ്പോൾ ഒരു ഹോള് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് തൈലത്ത് കത്തുന്നൊരു വീഡിയോ നമ്മളിതിൽ താഴെ ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ് വന്നിട്ട് നമുക്ക് പാർക്കാണ് കേട്ടോ. ഇത് പാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡാർക്ക് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്കാണ്, കാരണം ഇത് ബ്രേക്കാണ്, ബ്രേക്ക് ചെറിയ LED പോലെയാണ്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ സാധാ ബൾബാണ്, കാരണം അത് LED അല്ല. പിന്നെ നമ്മൾ റിവേഴ്സാണ്. റിവേഴ്സ് നമുക്ക് വന്നിട്ടുള്ളത് സാധാരണ ഒരു ബൾബാണ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനാണ് ഈ ഒരു ലൈറ്റിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് പാർക്കാണ് കണ്ടോ. പാർക്ക് നമുക്ക് ഈ ഒരു ലൈനും അതേപോലെ ഡോട്ട് സൈഡും വരുന്നുണ്ട്. പിന്നീട് നമ്മളെ ഹെഡ് ലാമ്പാണ് കണ്ടോ. ഹെഡ് ലാമ്പ് നമ്മളിതിൽ ഹെഡ് ലാമ്പിൻ്റെ ലോ ബീമിലാണ് നമ്മൾ വൈറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാരണം ഹൈ ബീമിൽ പുള്ളിക്കാരൻ അത് മഞ്ഞെണ്ണ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഹൈ ബീമാണ് കണ്ടോ, ഇത് ഹൈ ബീമാണ്. പിന്നീട് നമുക്കിതിൽ വരുന്ന ഇൻഡിക്കേറ്ററാണ് കണ്ടോ. ഇൻഡിക്കേറ്റർ നമുക്ക് നോർമൽ ബൾബാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്നിട്ട് നമ്മളെ ഫോഗാണ്. ഫോഗിൽ നമ്മൾ 3 കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് കളറാണ്, ഇത് വൈറ്റ് ആണ് കണ്ടോ, നല്ല വൈറ്റ് ആണ്. സെക്കൻഡ് വന്നിട്ട് നമുക്ക് യെല്ലോ ആണ് കണ്ടോ, ഇത് കറക്റ്റായ യെല്ലോ കളർ തന്നെയാണ്. പിന്നീട് തേർഡ് വന്നിട്ട് നമുക്ക് വാം വൈറ്റ് ആണ് കണ്ടോ. അങ്ങനെ 3 കളറിലാണ് നമ്മളൊരു ഫോഗ് ലാമ്പ് നമ്മളിതിൽ അസംബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ. മേലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടച്ച് പോളിഷാണ്, കാരണം വണ്ടി ഫുള്ളായിട്ട് നമ്മൾ കട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പോർഷൻസ് ഒക്കെ ടച്ചിങ്ങിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അലോയ് വീൽ പെയിൻറ്റിങ്, ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ്, കാരണം ഈ വണ്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പും ടൈൽ ലാമ്പും, അതേപോലെ നമ്മൾ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളും എല്ലാവരും ഗ്ലോസിലേക്കുണ്ട്, അതിനാണ് വലിയ ഹൈലൈറ്റ്. പിന്നെ ഒരു ബാർ ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്തില്ല. പിന്നെ കുറച്ച് മെക്കാനിക് വർക്ക് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.